ഓളപ്പരപ്പിലെ മാരിവില്ല. പറഞ്ഞു വരുന്നത് പെരുമ്പളം പാലത്തെക്കുറിച്ചാണ്. പെരുമ്പളത്ത് പാലം യാഥാർത്ഥ്യമാകുമ്പോൾ അവസാനിക്കുന്ന ശരിക്കും ഒരു ജനതയുടെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ് കൂടിയാണ്. പെരുമ്പളത്തെ നിവാസികൾ അനുഭവിച്ച യാത്രാ ദുരിതം എന്ന് പറയുന്നത് സങ്കല്പങ്ങൾക്കും അതീതമാണ്. അതിനൊക്കെയാണ് ഒരു പരിഹാരം ഉണ്ടാകുന്നത്. അത് മാത്രമല്ല, ഈ പാലം പെരുമ്പളത്തെ ടൂറിസം മേഖലയ്ക്ക് കരുത്ത് പകരുകയും ചെയ്യും. മക്കളുണ്ടാകാതിരിക്കുന്ന ഒരു കക്ഷിക്ക് ഒരു കുഞ്ഞ് പിറക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ, ആ പിറവി, ആ കുഞ്ഞിൻ്റെ ആദ്യ കരച്ചിൽ കേൾക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീലാണ്. അതാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ട ആ ഫീൽ എന്ന് പറയുന്നത്. അതിപ്പോൾ ഞങ്ങൾക്ക് ഒരാൾക്ക് മാത്രമല്ല, ഈ ജനതയ്ക്ക് മൊത്തം അങ്ങനത്തെ ഫീലാണ് അനുഭവപ്പെട്ടത്. ആലപ്പുഴ ജില്ലയിലെ അതിർത്തി പ്രദേശങ്ങളിൽ ഒന്നാണ് പെരുമ്പളം ദ്വീപ്. ആ ദ്വീപിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ ബോട്ടിനെയും വള്ളത്തെയും ഒക്കെ ആശ്രയിക്കേണ്ട ഒരവസ്ഥയായിരുന്നു. അതിന് ഇപ്പോൾ വിരാമമായിരിക്കുന്നു. വടുതലയിൽ നിന്ന് പെരുമ്പളത്തേക്ക് ഒരു വലിയൊരു പാലം തീർത്തിരിക്കുകയാണ്. ആ ഇച്ഛാശക്തിയുടെ കഥയാണ് ഇനി. വിശാലമായ വേമ്പനാട്ട് കായലിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു തുരുത്താണ്. ഇന്ന് ഏകദേശം 10,000-ഓളം ജനസംഖ്യയും 2,400-നടുത്ത് വീടുകളും മാത്രമുള്ള ഒരു പ്രദേശമാണ്. പ്രത്യേക അനുമതിയോടുകൂടിയാണ് ഇതൊരു പഞ്ചായത്താക്കി തന്നെ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. ഈ പഞ്ചായത്തിലെ ഒരു വാർഡിലെ വോട്ടർമാരുടെ സംഖ്യ എന്ന് പറയുന്നത് 500-ൽ താഴെയാണ്. അപ്പോൾ അവിടേക്ക് 100 കോടി രൂപ മുതൽ മുടക്കി ഒരു പാലം നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഗവൺമെൻറ് ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ വളരെ ആഹ്ലാദത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയാണ് ഞാൻ സ്വീകരിക്കുന്നത്. VS സർക്കാരിൻ്റെ കാലത്ത് തന്നെ പാലം എന്ന ആശയത്തിന് രൂപം കൊടുത്തുകൊണ്ട് അന്നേ പ്രവർത്തനം ആരംഭിച്ച്, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഫണ്ട് അനുവദിച്ച്, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രവർത്തനം ആരംഭിച്ച് ഇന്നത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുകയാണ്. കടൽ എപ്പോഴൊക്കെ പ്രക്ഷുബ്ധമാകുന്നു ആ സമയങ്ങളിലെല്ലാം തന്നെ ഞങ്ങളുടെ കായലും അതേ രൂപത്തിൽ തന്നെ കലിതുള്ളി നിൽക്കുകയായിരിക്കും. തീർച്ചയായിട്ടും കൊതുമ്പ് വള്ളങ്ങളിലെല്ലാം ഉള്ള യാത്ര ദുഷ്കരമാണ്. പലപ്പോഴും വള്ളം മുങ്ങി അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളി ആരെങ്കിലുമൊക്കെ വെള്ളത്തിലുള്ളത് കൊണ്ട് തന്നെയാണ് പല ജീവനുകളും രക്ഷിച്ചെടുക്കാൻ കഴിയുന്നത്. ഇത് യാത്രയുടെ പരിമിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പുലർച്ചെ 5 മണിക്ക് സർവീസ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 9-9:30 മണിയാകുമ്പോഴത്തേക്കും ഞങ്ങളുടെ പൊതുഗതാഗത സർവീസുകൾ നിലയ്ക്കും. ഞങ്ങൾ 24 മണിക്കൂർ ഒരു ദിവസം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അത് മറ്റു വിഭാഗങ്ങളിലുള്ള ആളുകൾ ആസ്വദിക്കുമ്പോൾ ഞങ്ങൾ ആസ്വദിക്കുന്നത് കേവലം 17 മണിക്കൂർ മാത്രമാണ്. ബാക്കി 7 മണിക്കൂറും ഞങ്ങൾ തടവിലാണ്, തുറന്ന ജയിലിനകത്താണ്. ആ തടവിൽ നിന്നുള്ള മോചനമാണ് ഈ പാലം ഇവിടെ യാഥാർത്ഥ്യമാകുന്നതിലൂടെ സാധ്യമാകുന്നത്. ഒരു കാലത്തും ഇതിനൊരു ക്ഷതം ഉണ്ടാകാത്ത തരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഈ പാലം വന്ന് ചേരുന്ന ഭാഗമാണെങ്കിൽ പല സ്ഥലത്തും നമുക്ക് ഈ കരയോടുള്ള ഭാഗം ഇടിഞ്ഞു പോകുന്ന ഇതൊക്കെ വെച്ചിട്ട് ഇത് ഏറ്റവും കരയിലേക്ക് കയറ്റിയാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഏറ്റവും സുരക്ഷിതമായി ഏത് പ്രളയം വന്നാലും നിലനിൽക്കുന്ന തരത്തിലാണ് ഈ പാലം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതും ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളതും. ഏറ്റവും കൂടുതൽ ഗുണമെന്ന് വെച്ചാൽ പുതിയ ജനറേഷനാണ്. എറണാകുളത്ത് ഒരു കുഞ്ഞു പോലും വീട്ടിൽ വെറുതെ ഇരിക്കുന്നില്ല. ഞങ്ങളോട് ഇഷ്ടംപോലെ ആളുകൾ തൊഴിലിന് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ കൊണ്ട് നിലനിൽക്കുന്നുണ്ട്. കാരണം അവിടുത്തെ സമയത്തനുസരിച്ച് നമുക്ക് ചെല്ലാൻ കഴിയില്ല, അതൊക്കെ കൊണ്ട് തന്നെ. പക്ഷേ ഇനി അങ്ങനെയല്ല. ഇനി ഞങ്ങൾക്ക് 24 മണിക്കൂറും ഞങ്ങളെ തൊഴിലിടങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും എത്തിപ്പെടാം, ഞങ്ങൾക്ക് തൊഴിലെടുക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ അനന്തമായ തൊഴിൽ സാധ്യതയാണ്. വേമ്പനാട്ട് കായലിൻ്റെ മുകളിൽ ഒരു പച്ച മുതല പൊങ്ങിക്കിടക്കുന്ന പോലെയാണ് ആകാശക്കാഴ്ചയിൽ ഇത് ഫീൽ ചെയ്യുന്നത്. അത്രമാത്രം മനോഹരമായ ഈ ദ്വീപിലേക്ക് തീർച്ചയായിട്ടും അനന്ത സാധ്യതകളാണ്. ടൂറിസത്തിൻ്റെയും അതുപോലെ തന്നെ വലിയ കോർപ്പറേറ്റുകളുടെയും കടന്നുവരവുണ്ടാവും. ഞങ്ങളുടെ നാട് വികസിക്കും. അതുവഴി ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ തനത് വരുമാനം വർദ്ധിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വേമ്പനാട്ട് കായലിൻ്റെ ഓളപ്പരപ്പുകൾക്ക് മുകളിൽ വികസനത്തിൻ്റെ പുതിയൊരധ്യായമാണ് ഇക്കാണുന്ന പെരുമ്പളം പാലം. സ്വതന്ത്രമായ യാത്ര എന്ന ദ്വീപ് നിവാസികളുടെ ചിരകാല സ്വപ്നം പൂണിയുമ്പോൾ അത് കേരളത്തിൻ്റെ അടിസ്ഥാന ചരിത്ര വികസനത്തിൻ്റെ ഒരു സുവർണ അധ്യായമായി കൂടി മാറുന്നു. ആന്റണി ഗ്രേറിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ,
മാതൃഭൂമി ന്യൂസ്, കൊച്ചി.